എന്റെ മോനെ കൊല്ലുമെന്നാണ് പറയുന്നത് എന്റെ മക്കൾ. എനിക്ക് എന്തൊരു ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഒരു പാർട്ടിക്ക് ഒരു കൊടി കാണിച്ചെന്ന് പറഞ്ഞു, എവിടെയെല്ലാം കാണിക്കുന്നെന്നും പറഞ്ഞ് മനഃപൂർവ്വം വൈരാഗ്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് അവരെന്തിനാണോ ചെയ്ത് എന്താ അറിയില്ല. ചെറുക്കനെന്തെങ്കിലും പറ്റിയാലോ ജീവനോടുണ്ടാവില്ല. ഈ പിണറായി അമ്മമാരെ കൊണ്ട് തീറ്റിക്കണം എല്ലാരും. അത് തിന്നു വെള്ളം കുടിക്കണം. പട്ടികളെ പരനാറികളെ, പിണറായി എന്നൊരു പട്ടി കുരച്ചാൽ ഏറ്റുകുരയ്ക്കും പട്ടികളെ, പട്ടികളെ വാടാ വാടാ പോരിന് വാടാ, ഞങ്ങളിൽ ഒന്നിനെ തൊട്ടിട്ട് കോപ്പം ചെയ്യണ്ട, ഇവിടെ ഒരു കോപ്പം ചെയ്യണ്ട. വീട്ടിൽ കയറി ആറ്റിങ്ങൽ ആലംകോട് വീണ്ടും യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ സംഘർഷം. നിരവധി പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ആക്രമണം. രാത്രി 9:30 മണിയോടെയായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം രാത്രി മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയതുമായി ബന്ധപ്പെട്ട് സംഘർഷം നടന്നിരുന്നു. ഇതിൽ 3ഓളം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. ഇതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഹേലിന്റെ വീടിന് നേരെ ആക്രമണമുണ്ടാകുമെന്ന സംശയത്തെ തുടർന്ന് പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയായിരുന്നു. രാത്രിയോടെ പോലീസ് മാറിയ സമയത്താണ് സുഹേലിന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. എന്റെ പിള്ളേരെല്ലാം വെളിയിലായിരുന്നു. ഞാനും എന്റെ മരുമോളും 1 വയസ്സായ എന്റെ മോനും മാത്രമേ ഉള്ളായിരുന്നു. എന്റെ കൊച്ചു മോന് 1 വയസ്സായ എന്റെ മോന്റെ മോന് ഞങ്ങളെ ഉള്ളായിരുന്നു അകത്ത്. ഞങ്ങൾ അറിഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം വെച്ച് കഥവെല്ലാം അടിച്ചു തുറന്ന് അകത്ത് ആളുകളോടി വന്ന് എന്റെ കൊച്ചിന് മരുമോളെ പിടിച്ച് തള്ളി, എന്നെ പിടിച്ച് തള്ളി, എന്റെ കൊച്ചിനെ വലിച്ചെടുത്തപ്പോ ഞങ്ങൾ എങ്ങനെയെങ്കിലും കൊച്ചിനെ കൊണ്ട് ഓടി രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ഇന്ന് 3 ജീവൻ ഞങ്ങൾ ഇവിടെ അകത്ത് കിടന്നേനെ. എങ്ങനെയെങ്കിലും ഓടി വയൽ വരുമ്പോ ഞങ്ങൾ എവിടെയൊക്കെയോ ഓടിപ്പോയി. എന്റെ മോനെ കൊല്ലുമെന്നാണ് പറയുന്നത് എന്റെ മക്കൾ. എനിക്ക് എന്തൊരു ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഒരു പാർട്ടിക്ക് ഒരു കൊടി കാണിച്ചെന്ന് പറഞ്ഞു, എവിടെയെല്ലാം കാണിക്കുന്നെന്നും പറഞ്ഞ് മനഃപൂർവ്വം വൈരാഗ്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് അവരെന്തിനാണോ ചെയ്ത് എന്താ അറിയില്ല. ചെറുക്കനെന്തെങ്കിലും പറ്റിയാലോ ജീവനോടുണ്ടാവില്ല. ഈ പിണറായി അമ്മമാരെ കൊണ്ട് തീറ്റിക്കണം എല്ലാരും. അത് തിന്നു വെള്ളം കുടിക്കണം. മാധ്യമങ്ങളാണ് പോലീസ് നിൽക്കുമ്പോൾ പോലീസ് ഞങ്ങളുടെ അടുത്ത് പോകാൻ പറഞ്ഞു. ഞങ്ങൾ പിരിഞ്ഞു പോയതിനു ശേഷം ഡിവൈഎഫ്ഐയുടെ 60 പേര്, ഞങ്ങൾക്കറിയാം ഡിവൈഎഫ്ഐയുടെ പേരെടുത്ത നേതാക്കള്, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ 60 പേര് വന്ന് പോലീസ് മാറിക്കൊടുത്ത്, വീഡിയോ ഉണ്ട്, വിഷയമുണ്ട്, എല്ലാം ഉണ്ട്. പോലീസ് മാറിക്കൊടുത്തപ്പോ അവന്റെ വീട് സുഹൈൽ യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് വീട് മൊത്തം അടിച്ചു പൊടിച്ച്, അവൻ 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ എടുത്തെറിഞ്ഞ്, അവന്റെ ഉമ്മായ അടിച്ച്, മൊത്തം അടിച്ച്. നിങ്ങൾ ആ വിഷയം പാർക്കണമെങ്കിൽ അവന്റെ ഉമ്മായ എല്ലാം അടിച്ച് ക്രൂരമായ അക്രമമാണ് ഡിവൈഎഫ്ഐയുടെ CPM-നെ ക്രമസമാധാനം തകർക്കാൻ വേണ്ടി മുഖ്യ ഗുണ്ടയായ പിണറായി വിജയനെ മുഖ്യ ഗുണ്ടയ്ക്ക് സപ്പോർട്ട് എടുത്ത് കൊടുക്കുന്ന ഡിവൈഎഫ്ഐ ആണ് ഇവിടെ. ഞങ്ങൾ ഇത് ശക്തമായ രീതിയിൽ പ്രതിരോധിക്കും, ഒരു തർക്കവും. തുടർന്ന് സംഘടിച്ചെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആറ്റിങ്ങൽ നഗരസഭാംഗം നജാമിന്റെ വീടിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു.